മാർക്കോയെയും ടിയറക്സിനെയും വെറോണിക്കയും മൈക്കിളും ചേർന്ന് അവരുടെ വെടിയുണ്ടകളാൽ ഏതാണ്ട് കൊന്നതായിരുന്നു. എന്നാൽ ഇതെന്താ? മാർക്കോയും ടിയറക്സും രക്ഷപ്പെട്ടിരിക്കുന്നു. മാർക്കോ ഇനി വെറോണിക്ക എന്ത് ചെയ്യും? ലൂക്ക മൈക്കിളിന്റെ കൂടെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ലൂക്കയും ജയിലിലാണ്. മെഹുൽ തന്റെ ടീമിനെ കാണുവാൻ വേണ്ടി ഗോവയിൽ എത്തിച്ചേരുന്നു. അപ്പോൾ വഴിയിൽ വെച്ച് കുറച്ച് ലോക്കൽസ് അടികൂടുന്ന ശബ്ദം കേൾക്കുന്നു. മെഹുൽ അവരുടെ അടുത്തേക്ക് പോയി നിരീക്ഷിക്കുവാൻ തുടങ്ങി. എന്റെ വണ്ടിയുടെ താക്കോൽ നീയാ മോഷ്ടിച്ചത്? ഇല്ല, ഇയാൾ വണ്ടിയുടെ താക്കോൽ മോഷ്ടിച്ചിട്ടില്ല. ഞാൻ ഒരു വണ്ടിയുടെ താക്കോലും മോഷ്ടിച്ചിട്ടില്ല. എനിക്ക് വണ്ടി ഓടിക്കാൻ പോലും അറിയില്ല. എന്താ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ വണ്ടിയുടെ താക്കോൽ ആരാണ് മോഷ്ടിച്ചതെന്ന്? ശ്രദ്ധിച്ചു നോക്കൂ. മൂന്നാമത്തെ ആളുടെ ട്രൗസറിന്റെ പോക്കറ്റിൽ കീ ചെയിൻ തൂങ്ങിക്കിടപ്പുണ്ട്. അതിനർത്ഥം അയാളാണ് മോഷ്ടിച്ചത്. വഴക്കിടുന്നത് നിർത്ത്, ദേ ഇയാളാ മോഷ്ടിച്ചത്. അയാൾ താക്കോൽ തിരിച്ചു കൊടുക്കുന്നു. മെഹുൽ അവിടെ നിന്നും പോകുന്നു. ആരാ നിങ്ങൾ? ഇത് പ്രൈവറ്റ് ലൊക്കേഷനാ. നിങ്ങളുടെ ഒരു സ്ഥലവും ആർക്കു വേണ്ടിയും പ്രൈവറ്റ് അല്ല. നിങ്ങൾ ഇവിടെ എന്തിനാ വന്നത്? ഈ ലൊക്കേഷൻ ആർക്കും ഡിറ്റക്ട് ചെയ്യുവാൻ സാധിക്കില്ല. എനിക്കതൊന്നും അസാധ്യമല്ല. മെഹുൽ സർ, താങ്കളോ? ഇനി ഗോവ സുരക്ഷിതമാണ്. എന്തെന്നാൽ മെഹുൽ സർ വന്നിരിക്കുന്നു. ടീന ലോഹ പ്ലാസ്റ്റിക്, മെഹുൽ സർ ഫാന്റാസ്റ്റിക്. വെറോണിക്ക ഡ്രാക്കോയ്ക്ക് ഒരേ ഒരു മുദ്രാവാക്യം മാത്രമേ ഉള്ളൂ, വിജയം മാത്രം. അതിനുവേണ്ടി മെഹുൽ സാറിനോടുള്ള ചലഞ്ച് ഒരു ഒബ്സഷനായി മാറിയിരിക്കുന്നു. അവസാനം മെഹുൽ ഗോവയിൽ എത്തിച്ചേർന്നു. അവനിവിടെ ഉറപ്പായും വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഈ യുദ്ധം ഒരു കേസിന്റെ മാത്രമല്ല, ഇതൊരു ഏറ്റുമുട്ടലാണ്. എന്റെ സ്ട്രാറ്റജിയുടെയും അവന്റെ ഇന്റലിജൻസിന്റെയും. മെഹുൽ ക്ലവറാണ്, പക്ഷേ ഇത്തവണ ഞങ്ങൾ എല്ലാ മൂവ്സും ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ആന്റിസിപ്പേറ്റ്? മൈക്കിൾ, നീ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. മെഹുൽ ഒരു കൂർമ്മ ബുദ്ധിക്കാരനാണ്. അവൻ എത്ര തവണ ജയിച്ചോ അത്രയും തവണ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അവൻ എന്റെ നിബന്ധനകളിലായിരിക്കും. വാസ്കോ ഡോക്കയാർഡിന്റെ ഡീകോയിങ് ഷിപ്മെന്റ് നാളെ രാത്രിക്ക് വേണ്ടി പ്ലാൻ ചെയ്യും. നമ്മുടെ യഥാർത്ഥ സാധനങ്ങൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഒരു പക്ഷേ മെഹുൽ അവിടെ എത്തിച്ചേർന്നാലോ? അവൻ അവിടെ എത്തിച്ചേരില്ല. എന്റെ ഏജന്റ്സ് അവന്റെ എല്ലാ മൂവ്സും ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഈ കർവ്സ് ഗാഡ്ജറ്റ് മാത്രമല്ല, ഇതെന്റെ വിക്ടറിയുടെ കാരണം കൂടിയാണ്. പെർഫെക്റ്റ് ടൈം ആസ് ഓൾവേസ്. അവൻ കരുതുന്നത് അവന്റെ തന്ത്രപരമായ ബുദ്ധി കൊണ്ട് എന്നെ തോൽപ്പിക്കുമെന്നാണോ? നെവർ. നാളെ രാത്രിക്ക് വേണ്ടി വാസ്കോ ഡോക്കയാർഡിൽ എല്ലാ ഫേക്ക് സെറ്റപ്പും റെഡിയായിരിക്കണം. എത്ര സെക്യൂരിറ്റി വേണമെങ്കിലും ഏർപ്പാടാക്കിക്കൊള്ളൂ. അതെല്ലാം വിസിബിൾ ആയിരിക്കണം. മെഹുലിനും അവന്റെ ടീമിനും ഇത് യഥാർത്ഥ ഷിപ്മെന്റ് ആണെന്ന് തോന്നണം. അവിടെ ഡേവിഡ് ഒരു തവണ വീണ്ടും എന്തോ വലിയ പ്ലാനുകൾ നടത്തുകയാണ്. ഇത്തവണ അവന്റെ കൂടെ നിൽക്കുവാൻ വേണ്ടി കോക്ക വരികയാണ്. കോക്ക, എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയോ? ബോസ്, എല്ലാം റെഡിയാണ്. താങ്കൾ അത് എൻജോയ് ചെയ്താൽ മാത്രം മതി. മറ്റൊരിടത്ത് ലൂക്ക ജയിൽ ചാടി രക്ഷപ്പെടുന്നതിന് എക്സ്പേർട്ടാണ്. അവൻ ഈ ജയിൽ ചാടുവാനും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലോജിക്കൽ ആർമി. മുഴുവൻ സീനും കണ്ടിട്ട് നിങ്ങൾക്ക് പറയാമോ ലൂക്ക എങ്ങനെ ജയിൽ ചാടുമെന്ന്? നന്നായി ചിന്തിക്കൂ. നിങ്ങൾ ചിന്തിക്കുന്നത് ലൂക്ക ഭൂമി തുറന്നാണ് രക്ഷപ്പെടുക എന്നാണ്. എന്നാൽ അങ്ങനെ സംഭവിക്കില്ല. എന്തെന്നാൽ സെല്ലിൽ മണ്ണ് ഉറപ്പായുമുണ്ട്. പക്ഷേ മുഴുവൻ സെല്ലും ടൈൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് കുഴിക്കുന്നത് വളരെ പ്രയാസകരമാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ സെല്ലിൽ ഒരു ഇരുമ്പുവടിയുണ്ട്. സെല്ലിന് പുറത്ത് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൽ സെല്ലിന്റെ കീസാണ്. ലൂക്ക ഗാർഡ്സ് കാണാതെ അയൺ റോഡിന്റെ സഹായത്തോടുകൂടി കീ എടുക്കുന്നു. സെൽ തുറന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അവൻ മതിൽ ചാടുവാൻ നോക്കുമ്പോൾ ഒരു ഗാർഡ് അവനെ കാണുകയും ഫയർ ചെയ്യുവാനും തുടങ്ങുന്നു. ലൂക്ക അവിടെ നിന്നും ചാടുന്നു. എന്നിട്ട് രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നു. സെല്ലിന്റെ കീയും കൊണ്ടാണ് അവൻ ഓടുന്നത്. അടുത്ത ദിവസം ജാക്ക് മില്ലറിന് ഇൻഫർമേഷൻ കിട്ടുന്നു. അവരുടെ സീനിയർ ഷെഫ് ഇന്നലെ രാത്രി മുതൽ മിസ്സിംഗ് ആണ്. ജാക്കിന്റെ ടീമായ ജെമി ജൂനിയറാണ്. കൂടാതെ സഞ്ജന ഒരു ഫോറൻസിക് ഡോക്ടറാണ്. അവരുടെ കൂടെ ചീഫിന്റെ ലാസ്റ്റ് ലൊക്കേഷനിലേക്ക് പോകുന്നു. ചീഫ് അത്രയും രാത്രിയിൽ ഈ ആളൊഴിഞ്ഞ റോഡിൽ എന്തിനായിരിക്കും വന്നത്? ഇനി ചീഫിന് വല്ല ചുറ്റിക്കളി കാണുമോ?
ചിലപ്പോൾ അവർ ഇവിടെ ഡിന്നർ ഡേറ്റിന് വന്നതായിരിക്കും. നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്തു. ഈ സമയം തമാശയ്ക്കുള്ളതല്ല. ചീഫിനെ ഇന്നലെ മുതൽ കാണാനില്ല. എനിക്കെന്തോ പ്രോബ്ലം ഉള്ളതായി തോന്നുന്നു. അവരെല്ലാം ചീഫിന്റെ ലാസ്റ്റ് ലൊക്കേഷനിൽ എത്തിച്ചേരുന്നു. അവിടെ ഒരു വീടുണ്ടായിരുന്നു. പുറത്ത് ചീഫിന്റെ കാർ കിടപ്പുണ്ട്. ഇത് കണ്ടതും അവർ 3 പേരും വീടിനകത്തേക്ക് പോയി. 3 പേരും വീട് നല്ലതുപോലെ സെർച്ച് ചെയ്തു. അപ്പോൾ അവിടെ നിന്നും ഡോക്ടർ സഞ്ജനയ്ക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള കെമിക്കൽ കിട്ടുന്നു. ജാക്ക്, ഇത് നോക്ക്, ഇങ്ങനെ ഒരു വസ്തു ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ഡോക്ടർ, നിങ്ങൾ ഇവിടുന്ന് എല്ലാ സാധനങ്ങളുടെയും സാമ്പിൾ ശേഖരിക്കുക. അപ്പോഴേക്ക് നമ്മൾ ചീഫിന്റെ കാർ സെർച്ച് ചെയ്യാം. ഇങ്ങനെ പറഞ്ഞ് ജാക്കും ജമ്മിയും വീടിന് പുറത്തേക്ക് വന്ന് ചീഫിന്റെ കാർ ഓപ്പൺ ചെയ്യുന്നു. കാറിന്റെ മുൻപിലത്തെ സീറ്റിൽ നിന്ന് അവർക്കൊരു ബോക്സ് കിട്ടുന്നു. ഇതിൽ എന്തെങ്കിലും സൂചന വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവ്. ജാക്ക് ബോക്സ് ശ്രദ്ധിച്ച് നോക്കുന്നു. ബോക്സിന്റെ 4 ചുറ്റും ലോക്കാണ്. ജാക്ക് ഓരോന്നായി അൺലോക്ക് ചെയ്യുന്നു. എന്നിട്ടും ബോക്സ് തുറക്കുന്നില്ല. അപ്പോൾ ജമ്മിക്ക് മനസ്സിലായി ബോക്സ് എങ്ങനെയാണ് തുറക്കുന്നതെന്ന്. ലോജിക്കൽ ആർമി, എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ജമ്മി ബോക്സിന്റെ മുകളിലുള്ള കൈയടയാളം കണ്ടിട്ട് മനസ്സിലാക്കുന്നു ബോക്സ് തുറക്കുവാൻ വേണ്ടി 2 പേരുടെ ആവശ്യം വരുമെന്ന്. ഒരേ സമയം 2 ലോക്കും ഓപ്പൺ ചെയ്താൽ മാത്രമേ ഈ ബോക്സ് തുറക്കുമെന്ന്. 2 പേരും ഈ ട്രിക്ക് ഉപയോഗിച്ചപ്പോൾ ബോക്സ് തുറക്കുന്നു. അതിൽ നിന്നും ഒരു കുറിപ്പ് അവർക്ക് കിട്ടുന്നു. അതിൽ എഴുതിയിരിക്കുന്നത് സേവ് ഹെർ എന്നാണ്. അപ്പോൾ ജിമ്മി കാണുന്നത് സഞ്ജന വീടിന് പുറത്താണ്. അവൾക്ക് ഒരു കുഴപ്പവുമില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ സഞ്ജന? ഇല്ല സർ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പുറത്തേക്ക് വന്നത് വളരെ നന്നായി. എല്ലാ പ്ലാനും നമ്മളെ കൊല്ലുവാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ല, ഇത് മറ്റെന്തോ ആണ്. നമ്മൾ കാണുന്നത് പോലെ ഒരിക്കലുമല്ല. ജയിലിനകത്ത് മാർക്കോയുടെയും ട്രെക്സിന്റെയും ദേഷ്യം ഒരേ ഒരു വസ്തുവിനോടായിരുന്നു, വെറോണിക്ക. അവരുടെ എല്ലാ ദിവസവും വെറോണിക്കയോടുള്ള പകയിലാണ് കടന്നുപോകുന്നത്. വെറോണിക്ക ചിന്തിക്കുന്നത് അവൻ മാസ്റ്റർ മൈൻഡാണെന്നാണ്. യഥാർത്ഥ മാസ്റ്റർ ഇവിടെയാണ്. ഞാൻ അവരെ വെറുതെ വിടില്ല. എനിക്ക് ഒരേ ഒരു അവസരം തന്നാ മതി മാർക്കോ. നമ്മൾ ഇവിടുന്ന് ഒരു തവണ പുറത്തിറങ്ങിയാൽ വെറോണിക്കയുടെ മരണം നിശ്ചയമാണ്. സമാധാനത്തോടുകൂടി ജോലി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ വേറെ വേറെ സെല്ലുകളിലാക്കും. സമാധാനമോ? നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരേ ഒരു സമാധാനമേ ഉള്ളൂ, വെറോണിക്കയുടെ ദി എൻഡ്. മറ്റൊരിടത്ത് കോക്കയും ലൂക്കയും ഡേവിഡിന്റെ അടുത്തേക്ക് വരുന്നു. ബോസ്, എല്ലാം നിങ്ങൾ പറഞ്ഞ പ്ലാൻ പോലെയാ നടക്കുന്നത്. മുന്നോട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വല വിരിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക. അപ്പോൾ ജാക്ക് സഞ്ജനയോട് പറയുന്നു, ബ്ലാസ്റ്റ് നടന്ന വീടിന്റെ ഓണറെ കിട്ടിയിരിക്കുന്നു. ഇതെന്ത് വിചിത്രമായ വീടാണ്. ഇതിന് 3 വാതിലുകളുണ്ടല്ലോ. ഇത് നമുക്കുള്ള ട്രാപ്പായിരിക്കും. അതെ സഞ്ജന, ഇത് ട്രാപ്പാണ്. നിങ്ങൾ ഇയാളെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ 3 പേരും ഈ വാതിലുകളിലൂടെ വീടിനകത്തേക്ക് വരേണ്ടി വരും. അത് ഡെഡ്ലി ട്രാപ്പാണ്. 3 പേരും വീടിനകത്തേക്ക് വന്നിട്ട് പച്ച കളറിലുള്ള ബട്ടൺ അമർത്തേണ്ടി വരും. എങ്കിൽ മാത്രമേ ഈ വ്യക്തി രക്ഷപ്പെടുകയുള്ളൂ. നമ്മൾ എന്ത് ചെയ്തും ആ വ്യക്തിയെ രക്ഷിക്കണം. നമുക്ക് മുന്നിലുള്ള ഒരേ ഒരു കണ്ണി അവൻ മാത്രമാണ്. ഓരോരുത്തരായി ഓരോരോ വാതിലുകൾ തിരഞ്ഞെടുത്ത് അകത്തേക്ക് പോകുന്നു. മെഹുൽ വന്നതോടെ ടീമിൽ ഒരു പുതിയ എനർജി വന്നിരുന്നു. എന്നാൽ വാസ്കോ ഡോക്യാർഡിന്റെ ഡെഡ്ലി മിഷന് വേണ്ടി എല്ലാവർക്കും അവരവരുടെ സ്ട്രാറ്റജിയിൽ ജോലി ചെയ്യണമായിരുന്നു. ഇത് വാസ്കോ ഡോക്യാർഡിന്റെ മാപ്പാണ്. ഡോക് 14 അവരുടെ പ്രൈമറി ഫോക്കസുമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ഡീകോയ് ആകുവാനും സാധ്യതയുണ്ട്. ഡ്രേക്കോ നെക്സസിന് എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരിക്കും. സർ, നമുക്ക് സോണിയെ ഡോക്സ് 14ന്റെ അടുത്ത് ട്രാക്കേഴ്സ് വയ്ക്കുവാൻ വേണ്ടി അയക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ അടുത്ത മൂവ് ട്രേസ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അവരുടെ വിവരങ്ങൾക്ക് വേണ്ടി അവിടെ എപ്പോഴും റെഡിയായിരിക്കും. ആദ്യം ലിയാനയും അവരുടെ സർവൈലൻസ് മരവിപ്പിക്കേണ്ട ജോലി ചെയ്യേണ്ടി വരും. എന്നാൽ ബാക്കപ്പ് സിസ്റ്റം ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളുടെ ലൈവ് അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കും. ക്യാമറ 10 തൊട്ട് 12 മിനിറ്റ് മരവിപ്പിക്കുവാൻ സാധിക്കും. അതിനുശേഷം അവരുടെ ബാക്കപ്പ് ആക്ടിവേറ്റ് ആക്കും. ഞാൻ എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ഡീകോഡ് ചെയ്യുകയാണ്. അവർ ഒരു ഷിപ്മെന്റ് ട്രാക്ക് ചെയ്യുകയാണ്. അത് മുംബൈയിൽ നിന്ന് ദുബായ് ഡോക്സ് വരെ പോകുന്നതാ. ലിയാന, നിങ്ങളുടെ ഡീകോയിങ് സ്കിൽസ് ഇവിടെ ക്രിട്ടിക്കലാണ്. നീ അവരുടെ ബാക്കപ്പ് സിസ്റ്റം സ്ലോ ചെയ്യണം. ഡോണ്ട് വറി സർ, ഞാൻ അവരുടെ സിസ്റ്റം ക്രാഷ് ചെയ്യുവാൻ റെഡിയാണ്. ഏയ്, ഞാൻ എന്താ ചെയ്യുക? സോയ, നീ ഈ ഡോക്യാർഡിൽ നിൽക്കണ്ട. നീ ഇവിടെ നിന്ന് മുഴുവൻ മിഷനെയും കോർഡിനേറ്റ് ചെയ്യണം. യെസ് മെഹുൽ സർ. ഡോക്യാർഡിന് 3 എക്സിറ്റ് ഉണ്ട്. എന്തേലും കുഴപ്പമുണ്ടായാൽ നമുക്ക് ഇതുവഴി സേഫ് ആയിട്ട് തിരിച്ചു വരാം. അവർ ബാക്കപ്പ് സിസ്റ്റം ആക്ടിവേറ്റ് ആക്കിയാൽ നിനക്ക് സേഫ് ഷിപ്പ് ഹൈഡ് ഔട്ട് കണ്ടുപിടിക്കേണ്ടി വരും. എല്ലാവർക്കും അവരവരുടെ പൊസിഷൻ ഓർമ്മയുണ്ടല്ലോ. യെസ്, പ്ലാൻ റെഡി ആയിരിക്കുന്നു. മിഷന്റെ ചലഞ്ചേഴ്സ് ടീമിന് വേണ്ടി പുതിയ ടെസ്റ്റ് നടത്തുകയായിരുന്നു. എന്താ, മെഹുലും ടീമും വാസ്കോ ഡോക്യാർഡിന്റെ മിഷനിൽ വിജയിക്കുമോ?
അതോ ഇത് വെറോണിക്കയുടെ പ്രോജക്ട് ഡീകോയാണോ? കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.